ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് ജോലികളാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഊണും ഒക്കെ ഞാനിന്ന് കൊച്ചടുക്കളയിലുള്ള വിറകടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിറകടുപ്പിൽ തീ കത്തിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചതിൻ്റെ ബാക്കി എണ്ണ ഞാൻ ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതാണ് ഞാൻ ആദ്യം അടുപ്പിലേക്ക് ഒഴിച്ചത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മാജിക് ഫയർ, അത് എടുത്തിട്ട് ഒന്ന് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് അങ്ങ് കത്തും കേട്ടോ. പെട്ടെന്ന് തന്നെ കത്തി വന്നോളും. അപ്പം അതേ തീയൊക്കെ ഇവിടെ നന്നായിട്ട് കത്തി വന്നു. അപ്പം ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അടുപ്പിലേക്ക്. അപ്പം ഇത് വളരെ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നില്ലേ, നമുക്കിതാ ഇതുപോലെ പാത്രങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അഴുക്കൊക്കെ ആകുന്നതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ഈ ചാരം പൊടി ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ചെയ്താൽ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കരി എന്തായാലും ഈ അടുപ്പിലാണെങ്കിൽ പിടിക്കുമല്ലോ. അപ്പോൾ അത് ഈ കലത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കത്തിക്കുമ്പോഴാണല്ലോ ശരിക്കും ഈ കരി ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഈ ചോറിനുള്ള വെള്ളം ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ അതേ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തട്ടിൽ ബാക്കി വന്നിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങ് കളയാണ്. അപ്പോൾ ഈ ഒരു സിങ്കിൽ ഞാൻ അങ്ങനെ പാത്രങ്ങൾ കഴുകാറില്ല കേട്ടോ. ഒട്ടും തന്നെ പാത്രങ്ങൾ കഴുകാറില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് കൈ കഴുകുകയോ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. കാരണം അതിനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് മറ്റേ അടുക്കളയിലാണ് ഞാൻ പാത്രം കഴുകുന്നത്. അപ്പോൾ അതേ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പാത്രം കഴുകുകയാണെങ്കിൽ നമുക്കത് ഇതുപോലുള്ള പാത്രങ്ങളൊന്നും അവിടെ വയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാകില്ല. മാവ് കോരി ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറും ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതിലേക്ക് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിക്കുള്ള ചട്നിക്ക് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ചിരവ ഒരു നല്ലതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് തന്നെ വെച്ച് ഇങ്ങനെ തേങ്ങ ചിരണ്ടി എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സ്ഥിരമായിട്ടെങ്ങും അങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമല്ലോ.
അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഇവിടെ ആയത് അപ്പോൾ തന്നെ അങ്ങ് തൂത്ത് വൃത്തിയാക്കാണ് കേട്ടോ. പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് 2 വറ്റൽമുളക്, 2-3 ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി. ഇത്രയാണ് കേട്ടോ ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാറുള്ളത്. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഇഡ്ഡലി തണുക്കുന്ന സമയത്തേക്ക് ചോറിൻ്റെ വെച്ച വെള്ളം ഒന്നുകൂടി ചൂടാകാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാല് തിളച്ചപ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളം ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചു. അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ കൂടെ ഞാൻ അരിയും അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇഡ്ഡലിയും കൂടെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചോറിനുള്ള പാത്രം മാറ്റിയിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് വീണ്ടും. അപ്പോൾ ഈ ഒരു അടുപ്പിന് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കരി പിടിക്കില്ല. പിന്നെ ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്താൽ അവിടെ ഇരുന്നത് തിളയ്ക്കുമല്ലോ, ചൂടങ്ങനെ പോകാതിരുന്നോളും. അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അത് ഇഡ്ഡലി പാത്രം മാറ്റിയിട്ട് ഇനി അടുത്തത് ചട്നിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിതെല്ലാം നോക്കും, ഇങ്ങനെ തറയിൽ വെക്കാറില്ല. ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ടേ വെക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ചുവട്ടിൽ കുറച്ച് കരി ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കൊച്ചടുക്കള ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് ഇപ്പം ആ ഇഡ്ഡലി പാത്രത്തിന് അടപ്പ് വെച്ചില്ലേ, അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേന് കരി ആകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം റിങ്ങിലോ അല്ല പേപ്പറിന് പുറത്തൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കണേ. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച ചട്നി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതിവിടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചമ്മന്തി പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ചട്നി ഞാൻ അങ്ങനെ ഒരുപാട് തിളപ്പിക്കാറില്ല കേട്ടോ, ഒരുപാടല്ല, ഒട്ടും തിളക്കില്ല. അപ്പോൾ എവിടുന്നോ പോയിട്ട് തിരിച്ചിങ്ങ് വന്നപ്പോഴത്തേക്ക് അത് തിളയ്ക്കും പോലെ തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി വന്നിട്ട് തന്നെ അത് ഞാൻ ഇറക്കി വെച്ചത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ ചോറും പാത്രം അങ്ങ് വെച്ച് കൊടുത്തു, ചോറ് വയ്ക്കാനുള്ള. അപ്പോൾ ചട്നി അങ്ങനെ റെഡിയായി. ചട്നിന്നും ചമ്മന്തിന്നും ഒക്കെ ഞങ്ങൾ പറയും കേട്ടോ. ഇനി അടുത്തത് മീൻ കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. ഈ ചാരമൊക്കെ കൂടെ ഇങ്ങനെ പറന്ന് വീഴില്ല. അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ അങ്ങോട്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ കൂടെ ഞാനിങ്ങനെ അത് തുടച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം അതേ മീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർക്കുന്നു. ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരയ്ക്കും കേട്ടോ. ഇത്ര അരച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പം വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഒന്ന് തിളച്ചിട്ടാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൊടംപുളി, ഇത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതാ തീ കുറച്ച് കുറഞ്ഞതുപോലെ. അപ്പോൾ ഒരു കഷ്ണം വിറകും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അങ്ങ് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ. ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നു. അപ്പം മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മങ്കട മീനാണ് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൻകൊഴിയാള എന്ന് പറയുന്നൊരു മീൻ, എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും എന്ത് പേരാണ് അതിന് പറയുന്നതെന്ന്. അതുകൊണ്ട് കറിക്ക് വേണ്ടിയിട്ട് മങ്കടയാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് മരുന്നൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി മീൻ കറിയിലേക്ക് 2-3 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ എല്ലാ കറികൾക്കും നന്നായിട്ട് കറിവേപ്പില ചേർക്കും. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ കറിവേപ്പില. പിന്നെ ഇതേ കുറച്ച് ഉലുവാപ്പൊടി, എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. വീണ്ടും അടച്ചു വെച്ചു. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി,
ഒരൽപ്പം നാരങ്ങ നീര്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മുറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ മീനിലേക്ക് തേച്ച് വെക്കുകയാണ്. ഇതങ്ങനെ ഇത്ര സമയം ഒന്നുമില്ല കേട്ടോ. അടുപ്പൊഴിയുന്നതനുസരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കും. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറോളമൊക്കെ വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ 10-15 മിനിറ്റ് അത്ര ചെയ്യുള്ളൂ. ഈ അടുപ്പിൽ തീ കത്തിക്കുമ്പോഴേ ഇത് അണഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടല്ല, പക്ഷെ വീണ്ടും അത് കരിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് വെക്കാനുള്ള വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് 2 ടിന്നുകളിലാക്കി 2 അടുക്കളയിലും വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ തീരുമ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് വരുള്ളൂ എനിക്കൊരു ടിന്ന് കറിവേപ്പില കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ 2 ടിന്നിലായിട്ട് 2 അടുക്കളയിലും വയ്ക്കും. അപ്പോൾ ഇത്തിരി സമയം ഇവിടെ കിട്ടിയപ്പോഴത്തേക്ക് അതങ്ങോട്ട് ചെയ്യുകയാണ്. ഇതപ്പോൾ 2 ടിന്നിലും നിറച്ചുണ്ട്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീണ്ടും ചോറും പാത്രം വെച്ചു. അരി വെന്തോന്ന് നോക്കി. അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട്. കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അതിന് വേണ്ടി കഷ്ണങ്ങളൊക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് അരിയാന്ന് വിചാരിച്ചു. വെരിക്കോസ് വെയിൻ്റെ അത്യാവശ്യം നല്ല വിഷയമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഇരിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു അസുഖത്തിന് നമ്മളിങ്ങനെ ഇരുന്നാലും കുറയത്തില്ല. കാലൊക്കെ നീട്ടി വെച്ച് അല്ലെങ്കിൽ കാല് കുറച്ച് ഉയരത്തിൽ വെച്ചാണ് ഇരിക്കാൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും നമുക്കെപ്പോഴും പറ്റൂലല്ലോ. അപ്പോൾ ജസ്റ്റ് നല്ല കഴപ്പ് തോന്നിയപ്പോൾ ഒന്ന് ഇരുന്നാണ് കേട്ടോ. കാല് കഴിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഒന്നിരുന്നതാണ്.
അപ്പം ഞാൻ എന്താ ഈ കുക്കറിൽ അടുപ്പിലാണ് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത്. ഇതൊരു പഴയ കുക്കറാണ് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. ആ പിടിയുടെ ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കി അടുപ്പിൽ വെക്കാം എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2-3 പ്രാവശ്യം വെച്ചു കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പരിപ്പ് ഇട്ട് കഷ്ണങ്ങൾ, അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ, ഒരുപാട് കഷ്ണങ്ങളൊന്നും, അത്യാവശ്യം കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറേശ്ശെ ചേർക്കുള്ളൂ. ഉപ്പ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പേപ്പർ കഷ്ണം, അത് ഈ വീക്കിലിയുടെ കഷ്ണമാണ് എനിക്കിഷ്ടം. അപ്പോൾ അതപ്പോൾ കറക്റ്റ് ഒരുപാട് പേപ്പർ നമ്മളങ്ങനെ കീറി എടുക്കുകയെന്നും ഇവിടെ ചെറിയൊരു കുറച്ച് സ്ഥലം മതിയല്ലോ, സ്ഥലത്തേക്ക് മതിയല്ലോ. അപ്പോൾ അതിൽ പുറത്തേക്കാണ് ഞാൻ നമ്മുടെ ഈ ചോറ് വെച്ച കലം, ചോറ് ഊറ്റാനായിട്ട് അതിൻ്റെ പുറത്തായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കരി പിടിക്കുകയില്ല, തെന്നുകയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് തെന്നാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെയാണ് അരി ഊറ്റുന്നത് കേട്ടോ. അപ്പോൾ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടെ കൊണ്ടാണ് ഇതിന് പേപ്പർ വയ്ക്കുന്നത്. പിന്നെ അത്യാവശ്യം കരിയും പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ചരിക്കുന്ന സമയത്ത് ഇത് തെന്നിപ്പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് പേപ്പർ വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ തെന്നുന്നതായിട്ട് തോന്നാറില്ല. അല്ലെങ്കിൽ പലപ്പോഴും തെന്നിയിട്ടുണ്ട്. പിന്നെ ഇതേടെ ഇത്രയും കരി അവിടെ ആയി. അപ്പോൾ പേപ്പർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതേ കുക്കറിൽ വിസിൽ വന്നു. ഒരു വിസിലേ ഞാൻ വെക്കുകയുള്ളൂ കേട്ടോ. ഒരു വിസിൽ വരുന്നവരെ വയ്ക്കാറുള്ളൂ. അടുപ്പിലായാലും സ്റ്റൗവിലായാലും. അപ്പോഴത്തേക്ക് വേകുന്നുണ്ടാവും. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ ഇറക്കി വെച്ചു. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാനിവിടെ സ്റ്റൗവിൽ, ഇവിടെ അടുപ്പിൽ വയ്ക്കുന്ന പാത്രം, വിറകടുപ്പിൽ വയ്ക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ, പഴയ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുക്കളയിലാണ് ഞാൻ പാത്രം കഴുകുന്നത്. അവിടുന്ന് ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം അത് ഇതിൻ്റെ ഇടയിൽ കൂടെ അത് നടന്നു കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ മീൻ പിറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതൊരു ചെറിയ വിഷയം തോന്നാറുണ്ട്. ഈ തീ നമുക്ക് സ്റ്റൗ പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. എന്നാലും വിറകടുപ്പിൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് വിറകടുപ്പിൽ തീ കത്തിക്കുന്നത്. പിന്നെ മീൻ ഒരു വശം ഒന്ന് മൂത്തപ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അത്രയും തീ ആവശ്യമില്ല, പക്ഷെ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറകോട്ടൊക്കെ വലിച്ചതാ, ബാക്കി തീ ഇങ്ങി എടുക്കുകയാണ് കേട്ടോ. കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കമ്പ് ഇപ്പോൾ കുറച്ച് ഒരു മിതത്തിനായിട്ടുണ്ട്. ഇനി സാമ്പാറിന് ചേർക്കാനായിട്ട് പുളിയാണ് കേട്ടോ വെള്ളത്തിലെടുത്ത്. ഇതൊരു കുഞ്ഞി ഭരണിയാണ്, അത് മതി. ഞാൻ പറഞ്ഞില്ല, ഈ അടുക്കളയിൽ ഞാൻ കുറേശ്ശെ എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതിതാ കോരി മാറ്റുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോഴേക്ക് ഒരു സാധനം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കറിവേപ്പിലയുടെ ഒരു മുരിഞ്ഞിട്ടുള്ളതും പിന്നെ മീനിൻ്റെ കുറച്ച് കുറച്ച് ആ പൊടിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കളയാതെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതേ വീണ്ടും നമ്മുടെ കുക്കർ അടുപ്പിലോട്ട് വെച്ചു. കുക്കർ തുറന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കണം. പുളി ചേർക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇത് സാമ്പാർ പൊടി. പിന്നെ പുളി കൂടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ, അതും കൂടെ പിഴിഞ്ഞ് ചേർക്കുകയാണ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ സാമ്പാർ റെഡിയായി. ഇനിയും കടുക് താളിച്ചാൽ മതി കേട്ടോ. അപ്പം അതിന് വേണ്ടി ചെറിയൊരു പാൻ വെച്ചു. അപ്പം അതിന് മുമ്പായിട്ട് ചോറൊന്ന് വെള്ളം തോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. ദേ ഇപ്പോൾ നമ്മൾ കലം വെച്ച പേപ്പർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അടുപ്പിലേക്ക് ഇട്ടിട്ടോ. പേപ്പർ കത്തിക്കരുതെന്നൊക്കെ പറയും, പക്ഷെ ഒരുപാട് വേസ്റ്റാക്കി അവിടെ എവിടെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പിലേക്ക് ഇടും കേട്ടോ. ഇങ്ങനെയല്ല ഒരുപാട് പേപ്പർ ഞാൻ കത്തിക്കാറില്ല, ഇങ്ങനെയൊക്കെ വരുന്ന പേപ്പറുകൾ മാത്രമേ കത്തിക്കാറുള്ളൂ കേട്ടോ. അപ്പം അവിടെ ചോറും നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് റെഡിയായി. ഇനി സാമ്പാറിന് കടുക് താളിക്കാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ചേർത്ത് കൊടുത്തു. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. വറവൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നു. സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് വീഡിയോയിൽ വന്നില്ല. അപ്പോൾ തീയൊന്ന് അണഞ്ഞു പോയിട്ടോ. അപ്പോൾ ഊതി കത്തിക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഒരു 4-5 തേങ്ങ ഞാൻ തീയൽ വെക്കാനായിട്ട് വറുത്ത് വെക്കും കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ തേങ്ങ ചിരണ്ടി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയെന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചതച്ചെടുത്താണ്. ഇതൊരു 5 തേങ്ങയുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വറുത്ത് വെച്ച് ഒരുപാട് നാൾ, 1 വർഷം വരെ ഇതിരിക്കും. നമുക്കിപ്പോൾ 1 വർഷം വരെ ഇരിക്കില്ല. അപ്പോൾ തീയൽ വെക്കാനൊക്കെ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും കേട്ടോ. ഇത് പലരും ചിലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതിപ്പം ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടോ, നമ്മൾ അപ്പോഴും വറക്കുന്നത് പോലെ ടേസ്റ്റ് കിട്ടുമോ? അപ്പോഴും വറക്കുന്ന പോലെ ടേസ്റ്റ് എനിക്ക് കിട്ടാതെ തോന്നിയിട്ടില്ല. ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാറില്ല കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആകാതെ, സാധാരണ നമ്മൾ തീയലിന് വറക്കുന്ന പോലെ വറക്കാതെ കുറച്ചെടുത്തിട്ട്, അതായത് കേടാകരുത് ആ രീതിയിൽ ചെയ്തിട്ട്, പിന്നെ ചിലപ്പോൾ നമ്മൾ മുളകും മല്ലിയും ഒക്കെ കൂടെ വറക്കുന്ന കൂടെ തേങ്ങയുടെ വറക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആ സമയത്ത് മുളകും മല്ലിയും വറക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങ
ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുക വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. സാധാരണ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഈ വറുത്ത് വെക്കുന്നത് തന്നെയാണ് ഞാൻ അരിക്കുന്നത് കേട്ടോ. ഇത് തീർന്നു പോകുന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ തേങ്ങ അപ്പോഴും വറുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അടുക്കളപ്പണി വളരെ എളുപ്പമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പം ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ജോലികൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അടുപ്പിൽ, ഈ കൂടെ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതേ കുറച്ച് എന്തോ ഒരു എനിക്ക് തോന്നുന്നു കഞ്ഞി ഇങ്ങനെ തിളച്ച് തൂവിയതാണെന്ന് തോന്നുന്നു, കരി പോലെ വന്നപ്പോൾ അപ്പോഴത്തന്നെ ചൂടോടെ ആകുമ്പോൾ നമുക്കത് ഇങ്ങ് ഉരച്ച് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ തുടയ്ക്കുന്നൊരു തുണി, ഒരു പോളിസ്റ്ററിൻ്റെ തുണിയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും. അതങ്ങ് തുടച്ചെടുത്തു. പിന്നെ തേങ്ങ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ചൂട് സമയമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം പുറത്തുള്ള ചൂടും അടുപ്പിൻ്റെ ചൂടും ഇത് കുറേ സമയമായിട്ടുണ്ടല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇവിടെ മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി. അപ്പം ഇറക്കി വെച്ചു കേട്ടോ. ഇനി കുറച്ച് സമയം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ചീനിച്ചട്ടിയാണല്ലോ, അപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. സാമ്പാറൊക്കെ കടുക് വറുത്ത് ഒഴിച്ചിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരു മൺപാത്രത്തിലേക്കാണ്. അപ്പോൾ അടുപ്പിലാണല്ലോ വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മൺപാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. മീൻ കറി, മീൻ ഫ്രൈ, സാമ്പാർ. ചോറ്, മീൻ ഫ്രൈ, മീൻ കറി, സാമ്പാർ, ഇത്രയൊക്കെ റെഡിയായി കേട്ടോ. നമ്മൾ തേങ്ങയും വറുത്ത് തീർന്നിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത്, ഊണൊക്കെ കഴിഞ്ഞിട്ട്
നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ജാറിലേക്ക് മാറ്റുന്നത്. നമ്മൾ ഇടുന്ന സ്പൂണൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ എന്തായാലും അത്രയും നമുക്ക് ഇരിക്കില്ല, 2-3 മാസത്തിനപ്പുറം ഒന്നും പോകില്ല. പിന്നെ തീയിലങ്ങനെ അധികം ഞാൻ വെക്കാറില്ല, അതുകൊണ്ടാണ് എനിക്ക് 3 മാസം വരെയൊക്കെ എത്തുന്നത് കേട്ടോ, അല്ലെങ്കിൽ അത്രയൊന്നും ഇരിക്കില്ല ഇതൊന്നും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.